ആത്മാവിന് സഞ്ചരിക്കാനുള്ള വാഹനമാണ് ശരീരം. 4 മാസമാകുമ്പോൾ ഇതിലേക്ക് ശരിക്കും ആത്മാവ് പ്രവേശിക്കും. ആ കുഞ്ഞ് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കൺട്രോള് ഈശ്വരൻ്റെ കയ്യിലാണ്. സത്യം ചെയ്ത് വ്യാപിച്ചിരിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഫൈറ്റിംഗ് ഓണാതെ ഇറങ്ങിപ്പോകില്ല. ഒരു ജീവിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, ഒരു ജീവിയും വിട്ടുകൊടുക്കില്ല. ശരീരത്തെ സർവീസ് ചെയ്യാൻ വേണ്ടി. നല്ലത് ശരിക്കും ആയുർവേദ ചികിത്സയല്ല. ഇന്നിപ്പോൾ ആയുർവേദ ചികിത്സാലയം എന്ന് പറഞ്ഞ് ശരിക്കും ചികിത്സയല്ല. പഞ്ചകർമ്മയിലൂടെ മാത്രമേ ഒരു ശരീരത്തെ ശുദ്ധി ചെയ്യാൻ പറ്റുള്ളൂ. തലയെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് നസ്യം. അപ്പോൾ ഇതിനെല്ലാം പുറത്ത് കൊട്ടയായിട്ട് ഇളകി വരും. ഇതപ്പോൾ തലച്ചോറ് മൊത്തം ക്ലീനായി. കുറേ ദഹിക്കും, കുറേ ദഹിക്കാതെ കിടക്കും. ഇതങ്ങനെ അടിയിൽ ഇങ്ങനെ വളക്കുഴി പോലെ കിടക്കുകയാണ്. അപ്പോൾ തലയായി, നെഞ്ചായി, വയറായി. ഇതിനുള്ള ചികിത്സയാണ് 5ാമത്തെ ചികിത്സ. അല്ല, ഇപ്പം ഈ ഒരു 2 വർഷം മുമ്പ് വരെ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന് ടാക്സി ഡ്രൈവറായിട്ട് നടന്ന ആരൊക്കെ പെട്ടെന്ന് ജ്യോത്സ്യനും തന്ത്രിയൊക്കെ ആവുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മളാക്കണേയാണ്. അവർ നിരപരാധിയാണ്. അവർ ചില ഇത് പറയും, ഞാൻ ഇത് മാറ്റിത്തരാം, അല്ലെങ്കിൽ ഈ പൂജ ചെയ്ത് ഞാൻ ശരിയാക്കി തരാം, ഇത് നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി, നിങ്ങൾ പൈസ പോസ്റ്റ് വഴി അയച്ചു തന്നാൽ ഞാൻ ഇതാക്കി തരാം. ഇത് പറയുമ്പോൾ ഈ ഒരു വിവരം നമ്മൾ തന്നെ ചിന്തിക്കണം. മരുന്ന് കഴിക്കാതെ നമ്മൾ അസുഖം മാറില്ല. ഞാൻ അങ്ങ് ഇരുന്നുകൊണ്ട് നിങ്ങൾ അസുഖം മാറ്റിത്തരാം എന്ന് പറഞ്ഞ വെറും ശുദ്ധ അബദ്ധമാണ്. നമ്മളെപ്പോഴും ഈ ആചാര്യന്മാർ എഴുതി വെച്ച മരുന്നും മന്ത്രമൊക്കെ എഴുതി വെച്ച ആരാണ്? വിവരമില്ലാത്തവരാണ്. അല്ല, അവരെല്ലാം മഹാജ്ഞാനികളായിട്ടുള്ള മഹർഷിവര്യന്മാർ എഴുതി വെച്ച കാര്യത്തിന് ഞാൻ ഇങ്ങോട്ട് ഇരുന്നിട്ട് ഈ കലിയുഗത്തിൽ ഇരുന്നുകൊണ്ട് മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് ഇതങ്ങ് മാറ്റാനെന്ന് വെച്ചാൽ ചിലർ വരുമ്പോൾ കാണും, ചിലർ സംഭവമാണെന്നൊക്കെ തോന്നുമൊക്കെ ആവും. പക്ഷെ ശുദ്ധ മണ്ടത്തരമാണ്. അതുപോലെ ഞാൻ അടുത്ത് റിസർച്ച് ചെയ്ത ഒന്നാണ് ശരിക്കും ആയുർവേദത്തിലൂടെ. ആയുർവേദം പഞ്ചകർമ്മ അങ്ങയുടെ മറ്റൊരു പ്രവർത്തന മേഖലയാണ്. അതേക്കുറിച്ച് കൂടി പറയാമോ? അതെ, നമ്മൾ ഈ ഫ്യൂച്ചറോളജിയുടെ ഫ്യൂച്ചർ ശരിയാക്കിയാണ് ഞാൻ പഠിച്ചത്. ആ ഫ്യൂച്ചർ ശരിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജ്യോതിഷം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, അതിന് പരിഹരിക്കാൻ വേണ്ടി സ്റ്റോണാവട്ടെ, പൂജാതി കർമ്മങ്ങളാവട്ടെ, ദേഹരക്ഷകളാവട്ടെ, ഇതൊക്കെ അതിനെല്ലാം പവറുണ്ട്. എല്ലാത്തിനും ഉണ്ട് സത്യം, എല്ലാത്തിലും ഉണ്ട് പവർ. ചെയ്യുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചെയ്യുന്നതിൽ വന്ന ഫാൾട്ടാണ്. അതുപോലെ ഒരു പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മളെ ശരീരം ആണ് ഏറ്റവും വലുത്. കാരണം ആത്മാവിന് സഞ്ചരിക്കാനുള്ള വാഹനമാണ് ശരീരം. എന്താണ് ശരീരം എന്ന ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ശരീരം എന്ന് പറഞ്ഞാൽ വാഹനമാണ്. അപ്പോൾ ദേഹവും ദേഹിയും തമ്മിൽ ബന്ധമുണ്ട്. ഈ ജന്മം എന്ന് പറയുന്നത് തന്നെ ആൾക്കാർക്ക് ഒരു ഭയങ്കരമായ ഇന്ന് വരെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒന്നാണ്. ഈ ജന്മം എന്ന് പറയുന്നത് ഒരു അച്ഛനാണ് ബ്രഹ്മാവ്. അതിന് സംശയമൊന്നും വേണ്ട. അച്ഛൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരണു ആണ് നമുക്ക് ജീവനായിട്ട് തന്നെ. ഈ ഒരണുവിനെ അമ്മയുടെ 4 അണുക്കളുമായി 4 അണ്ടാണുക്കളുമായി ഇത് സംയോജിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കും. അതാണ് ശരിക്കും ജനനം നടക്കുന്നത്. അതാണ് ബീജസങ്കലനം. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. ഈ 5 ഘട്ടങ്ങൾ ഒന്നെയാണ്. പിന്നെ ഇതിനെയാണ് 278 ദിവസം കൊണ്ട് 100% എനർജി ആയിട്ട് വരും. അപ്പോൾ ഈ 5 ഇതിൽ നിന്ന് 95 കൂടി അവിടെ ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോഴാണ് ഒരു ജന്മം പൂർത്തിയാകുന്നത്. ജന്മം പൂർത്തിയായാൽ ഒരു ദിവസം, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റാണ്, ഒരു ദിവസം കൂടുതൽ അമ്മയുടെ വയറ്റിൽ ഈ കുഞ്ഞിനെ ഇട്ടിരിക്കാൻ പറ്റില്ല. നേരത്തെ അവനും കീറിയെടുക്കാൻ പറ്റുമോ, എല്ലാം ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൂടുതൽ ഇടാൻ പറ്റുമെങ്കിൽ അത് പ്രപഞ്ചമാണ് നിശ്ചയിക്കുന്നത്. ആ കുഞ്ഞ് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കൺട്രോള് ഈശ്വരൻ്റെ കയ്യിലാണ്. പിന്നെ ഇവർക്കൊന്നുമില്ല. പിന്നെ ഇവർ ചെയ്യണത് എന്താണ്? അമ്മയെ സ്കാൻ ചെയ്ത് നോക്കും, അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, അമ്മയ്ക്ക് BP ഉണ്ടോ, അമ്മയ്ക്ക് ഇതുണ്ടോ മറ്റേതുണ്ടോ മറിച്ചുണ്ടോ നോക്കണമല്ല. കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഇതാണ് ജനനം. ഇതാണ് ജനനം പിന്നെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ വരുമ്പോൾ ഇതിനകത്താണ് കർമ്മഫലം വിവരിക്കപ്പെടുന്നത്. ശരിക്ക് 16 ആഴ്ച, അതായത് 4 മാസമാകുമ്പോൾ ഇതിലേക്ക് ശരിക്കും ആത്മാവ് പ്രവേശിക്കും. 7 മാസം പൂർത്തിയാവുമ്പോൾ ഈ കുഞ്ഞിലേക്ക് അറിവ് പ്രകടമാവും, മനസ്സ് വർക്ക് ചെയ്ത് തുടങ്ങും, ബ്രെയിൻ വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ എല്ലാം ഈ കൊച്ച് ഗ്രഹിക്കും, എല്ലാ കാര്യങ്ങളും കൊച്ച് മനസ്സിലാക്കും. ആ കൊച്ചിന് ശരിക്കും അറിവ് വരുന്നത് ജനിച്ചതിന് ശേഷമല്ല. 7 വയസ്സ് തൊട്ട് ശരിക്കും പറഞ്ഞാൽ 2 വയസ്സ് വരെ വരുന്ന സമയത്തിനകത്താണ് ഈ കുഞ്ഞ് സർവ്വ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതിനുശേഷം കുഞ്ഞ് പ്രതികരിച്ചു തുടങ്ങുള്ളൂ. ഇതാണ് കുഞ്ഞിൻ്റെ ജനനം. ഈ ജനിച്ച് വരുന്ന കുഞ്ഞ് ശരിക്ക് നമുക്ക് മരണം എന്നൊരവസ്ഥ വരും. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഈ
4% അമ്മയുടെ അമ്മയുടെ അണ്ടാണുവിൽ ഈ ജീവനെ കൊടുത്തിരിക്കുകയാണ്, സത്യം ചെയ്ത് വ്യാപിച്ചിരിക്കുകയാണ് സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ എത്ര വയസ്സ് വരെയാണ് ആയുസുള്ളത് അതുവരെ സംരക്ഷിക്കാനാണ്. എന്നാലും ഈ സമയമായാലും ഈ അമ്മ വിട്ടുകൊടുക്കില്ല. അവിടെ വരുമ്പോഴാണ് ഈ മരണസമയത്ത് ഒരു ഫൈറ്റിംഗ് നടക്കും. ഈ ജീവന് ഒരു അണുവല്ലേ ഉള്ളൂ, യവന് പുറത്തു പോകണം, യവനൊട്ട് സമ്മതിക്കില്ല. അവിടെ ഉണ്ടാകുന്ന ഒരു ഫൈറ്റാണ് മരണവെപ്രാളം. ഒരു ഫൈറ്റിംഗ് കൊണ്ടാതെ ഇറങ്ങിപ്പോകില്ല, ഒരു ജീവിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, ഒരു ജീവിയും വിട്ടുകൊടുക്കില്ല. അപ്പോൾ എല്ലാ ജീവനും അത് ഒരു പോത്തിനെ കൊന്നാലും ശരി അത് കിടന്ന് പിടച്ചേ ചാവുള്ളൂ, ഒരു കോഴിയെ കൊന്നാലും അത് പിടച്ചേ ചാവത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും മരണ സമയത്ത് കിടന്ന് കൈ കാലിട്ട് അടിക്കാൻ പറ്റാത്ത സ്റ്റേജ് വരെയാണെങ്കിൽ വാട്ട് കളിക്കുക എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടേ ജീവൻ പുറത്തു പോകുള്ളൂ. ഈ വരുന്നതിനകത്ത് ഈ ശരീരം എന്ന് പറയുന്നത് ആണ് ഈ 5 ഇത് ചേർന്ന ഈ ശരീരത്തിനെ സംരക്ഷിക്കുക. ഇതാണ് വാഹനം. അപ്പോൾ ഇതിനെ നമ്മളൊരു വാഹനം വാങ്ങി. ഈ വാഹനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് കമ്പനി പറഞ്ഞു 1000 ആദ്യത്തെ സർവീസ്, 10,000 രണ്ടാമത്തെ സർവീസ്, പിന്നെ എല്ലാ 10,000 നിങ്ങൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഉടനെ വണ്ടി ഓടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും എത്രയായി, 1000 ആയി ഉടനെ, അല്ലെങ്കിൽ ഇപ്പോൾ 100 കൂടി പെട്ടെന്ന് നമ്മൾ അടുത്ത എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ കൊണ്ട് സർവീസ് ചെയ്യാൻ പോകും. ഇത് ഒരു ദിവസം 1-2 മണിക്കൂർ ഓടുന്ന ഒരു സാധനമാണ്. ഇതിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മിഷ്യൻ വെച്ച് ഘടിപ്പിച്ച് വിട്ടിക്കുകയാണ് മനുഷ്യ ശരീരം. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ വേണ്ടാത്തനം ചെയ്യുമ്പോഴും നമ്മൾ കള്ളു കുടിക്കുമ്പോഴും ഒക്കെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ സുഖിക്കുമ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വേണ്ടാത്തനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇതെല്ലാ സമയത്തും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സർവീസ് ഇല്ല, ഇതിന് എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കാറില്ല. പിന്നെ എന്ത് ചെയ്യും? വണ്ടി ഏതെങ്കിലും സമയത്ത് വർക്ക്ഷോപ്പിലാവുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുമ്പോൾ പിക്കപ്പ് മേമെന്ന് പൊക്കിക്കൊണ്ട് പോകും പോലെ ആംബുലൻസ് ഒന്ന് എടുത്തുകൊണ്ട് പോകണം. ഈ അവസ്ഥ വരുന്നവരെ അവൻ എൻ്റെ ശരീരത്തെ നോക്കില്ല. ഇതിനാണ് ആചാര്യന്മാർ ഈ ആയുർവേദം എന്ന് പറഞ്ഞ സാധനം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സർവീസാണ്. ശരീരത്തെ സർവീസ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ ശരിക്കും ആയുർവേദ ചികിത്സയല്ല. ഇന്നിപ്പോൾ ആയുർവേദ ചികിത്സാലയം എന്ന് പറഞ്ഞ് ശരിക്കും ചികിത്സയല്ല. അപ്പോൾ ഇതിൽ എന്താണ് പഞ്ചകർമ്മ? പഞ്ചകർമ്മയിലൂടെ മാത്രമേ ഒരു ശരീരത്തെ ശുദ്ധി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പഞ്ചകർമ്മ ചികിത്സാലയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോരുത്തർ ചെല്ലുമ്പോൾ പറയും, എന്നെ തന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഒരു 7 ദിവസം കൊണ്ട് പഞ്ചകർമ്മ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പഞ്ചകർമ്മയെക്കുറിച്ച് ഒരുവിധ ഗ്രാഹ്യമില്ലാത്ത ആളാണെന്ന്. അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് പഞ്ചകർമ്മ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കില്ലല്ലോ. അപ്പോൾ 7 ദിവസം കൊണ്ട് പഞ്ചകർമ്മ ചെയ്യാൻ പറ്റുമോ? എന്താണ് പഞ്ചകർമ്മ? പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ 5 കർമ്മയാണ്. 5 കർമ്മ, ശരീരത്തിൻ്റെ 5 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അത് പ്രത്യേകിച്ചാണ് തല. തലയെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് നസ്യം. എന്താണ് നസ്യം? നസ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തലച്ചോറിനകത്ത് നമ്മൾ ബൈക്ക് ഓട്ടിച്ചും നമ്മൾ പൊല്യൂഷൻ എടുത്തും എല്ലാം നമ്മളെ കണ്ണിൻ്റെ മൂക്കിൻ്റെ ഭാഗങ്ങളിലും ആ ലങ്സിനും ഒക്കെ അങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ വേസ്റ്റിനെ പുറന്തള്ളി രീതിയിൽ എങ്ങനെയെങ്കിലും ഒക്കെ വരാമല്ലോ. ഇതെല്ലാം ചിലർ പൊടി ഡയറക്റ്റ് വലിക്കുന്നവർ വരെ ഉണ്ട്. ഇതെല്ലാം അല്ലാതെ കിട്ടുന്നുണ്ട് ഇഷ്ടംമാതിരി. അത് പോരാതെ ചിലർ കുത്തിക്കയറുന്നവരുണ്ട്, മൂക്കുപൊടി. അപ്പോൾ ഇതിനെല്ലാം പുറത്ത് കട്ടയായിട്ട് ഇളകി വരും. ഇതപ്പോൾ തലച്ചോറ് മൊത്തം ക്ലീനായി. ഒരു കർമ്മയാണ്. സെക്കൻഡ് കർമ്മ ശരിക്ക് വമനം. നമ്മളെ ഉള്ളിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു ഭാഗം, നമ്മൾ ആഹാരം കഴിക്കുന്ന ഒരു റൂട്ടാണ് എന്ന് വെച്ചോളൂ, അതിലെല്ലാം അങ്ങോട്ട് പോകുന്ന വഴിയിലെല്ലാം വേസ്റ്റ് അടഞ്ഞിരിക്കും. ഇതിങ്ങനെ നെഞ്ചിലും പല ഭാഗങ്ങളിലും അടഞ്ഞിരിക്കും. ഇതിനെ ശരിക്ക് മരുന്ന് തന്ന് ഇളക്കി വമനം ഛർദ്ദിപ്പിക്കും. ഛർദ്ദിക്കുമ്പോൾ കട്ട കൊഴുപ്പ് പുറത്തു പോകും. വമനം. 3 വിരേചനം. ഈ വയറ്റിനകത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരവും 100% ദഹിക്കില്ല. കുറേ ദഹിക്കും, കുറേ ദഹിക്കാതെ കിടക്കും. ഇതങ്ങനെ അടിയിൽ ഇങ്ങനെ വളക്കുഴി പോലെ കിടക്കുകയാണ്. ഈ വളക്കുഴി, ഈ ആളുകളെല്ലാം എനിക്ക് ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയും. ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉണ്ടാവണേ? വേസ്റ്റ് ചെയ്യുന്നുണ്ടാവണേ. അപ്പം നമ്മളെ വയറ്റിൽ അത്രയും വേസ്റ്റ് കിടക്കുകയാണെന്നാണ് ഗ്യാസ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ. ആളെല്ലാം പറയും എൻ്റെ വയറ്റിൽ ഭയങ്കര ഗ്യാസ്, ഞാൻ ഇപ്പോൾ സമയം അല്പം താമസിച്ചു പോയാൽ ഗ്യാസ് ഉള്ളത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇത് വയറ്റിനകത്ത് അത്രയ്ക്ക് സാധനം കിടക്കുകയാണ്. അപ്പം അല്പം ലേറ്റായി പോയി എന്ത് ചെയ്യും? ഇത് കൊണ്ട് ഇളവും, വീണ്ടും ഇത് ആ അടിയിൽ കിടക്കുന്ന സാധനം പുറത്തോട്ട് വരും. ഇവൻ കഴിക്കാതിരുന്നാൽ മാത്രം മതി, ഇതെല്ലാം ദഹിച്ചു പോകും. ഇവൻ എടുക്കാൻ സമ്മതിക്കില്ല. ഈ അവിടെ തന്നെ കിടക്കും. ഇവൻ കിടക്കും ഉടനെ വേറെ കഴിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ഇതെടുക്കാൻ പറ്റും? ഇതിങ്ങനെ അടിഞ്ഞ് വേസ്റ്റ് വളക്കുഴിയായിട്ട് കിടക്കുകയാണ്.
ഇത് കുറേ ദിവസം കഴിയുമ്പം പിന്നെ പല രോഗങ്ങളിൽ കൊണ്ടുവിടും. ഈ കിടക്കുന്ന സാധനം പൊട്ടുമല്ലോ. നമ്മൾ കുറച്ച് വെറും വേണ്ട കുറച്ച് ചോറ് തന്നെ ഒരു ഇലയിലെടുത്ത് കുറച്ച് നേരം വച്ചിരുന്നാൽ ഇത് പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ ഇല പൊത്തുപോകും. അപ്പോൾ അത്രയ്ക്ക് ശക്തമാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കിടക്കേണ്ട അവസ്ഥയോ? ഇതിനെ കംപ്ലീറ്റ് വിരേചനം, വയറിളക്കി കുടൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. അപ്പോൾ തലയായി, നെഞ്ചായി, വയറായി. പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഓർഗൻ ഏതെന്നറിയാമോ ശരീരത്തിലെ? കരള്, തൊലി. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ഓർഗൻ എന്ന് വെച്ചാൽ തൊലിയാണ്. വേറെ ഇപ്പോൾ കരൾ പോയെന്ന് വെച്ചോളി, നിങ്ങൾക്ക് വേറെ കരൾ വെച്ച് രക്ഷപ്പെടുത്താം. നിങ്ങൾക്ക് കിഡ്നി പോയെന്ന് വെച്ചാൽ വേറെ കിഡ്നി വയ്ക്കാം. അതുപോലെ ഹാർട്ട് പോയെന്ന് വെച്ചാൽ വേറെ ഹാർട്ട് വയ്ക്കാം. നമ്മൾ തീപ്പൊള്ളല്ലോ എല്ലാം പെട്ട് തൊലി അങ്ങ് പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ ചത്തുപോകും. എല്ലാ ഓർഗനും ഓക്കെ ആണെങ്കിൽ പോലും ആൾ മരിച്ചു പോകും. ഒരു 60% തൊലി പോയാൽ അവൻ തിന്നു. അപ്പോൾ ഇത് വരുന്നുണ്ട് ആ തൊലി. അപ്പോൾ 4ാമത് നമുക്ക് ചെയ്യേണ്ടത് ശരിക്ക് സ്വേദനം, വേർപ്പിക്കുക. പിടിച്ച് വേർപ്പിച്ച് എല്ലാ രോമകൂപങ്ങളിലൂടെയും ഈ തൊലിക്ക് അടിത്തട്ടി കിടക്കുന്ന സാധനം കംപ്ലീറ്റ് അകത്ത് ക്ലീനാക്കി ഇത്രയും ക്ലീൻ ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് 5ാമത്തെ കർമ്മയാണ് ശരിക്ക് നമുക്ക് പിന്നെ ചെയ്യേണ്ടത്. ശരീരത്തിൽ എവിടെ കേടുണ്ടെന്ന് നോക്കിയിട്ട് പുറത്തുള്ള കാര്യങ്ങൾ, നടുവേദന കാണും, ചിലർക്ക് ഡിസ്കിന് കംപ്ലൈൻറ്റ് കാണും, ചിലർക്ക് മറ്റ് ജോയിൻസിന് കംപ്ലൈൻറ്റ് കാണും, ചിലർക്ക് തലവേദനയായിരിക്കും, ചിലർക്ക് മുട്ടുവേദനയായിരിക്കും. ഇതിനുള്ള ചികിത്സയാണ് 5ാമത്തെ ചികിത്സ. ഇതാണ് പഞ്ചകർമ്മ. ഇതെങ്ങനെ 7 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും?